Hi friends, it's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram welcomes you all. Have a fantastic positive day. As usual, morning exercise കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ്. ഞാൻ നിങ്ങളെ എൻ്റെ മനോമുഹൂർത്തത്തിൽ കാണുന്നുണ്ട്. ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നലെ ഒരു സുദിനമായിരുന്നു ഞങ്ങൾക്ക് ചിങ്ങവനംകാർക്ക്. ഇവിടെ നമ്മുടെ ആധുനിക കേരളത്തിൻ്റെ ശില്പി കൂടിയായ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട പിണറായി മുഖ്യമന്ത്രിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ എത്തിയിരുന്നു. ഞാനും ആ ജനക്കൂട്ടത്തിനിടയിൽ ലഭ്യമായ ഒരു സീറ്റിലിരുന്ന് ചെറിയൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്കായിട്ട് ഇടുന്നതുകൊണ്ടാണ് അധിക സമയം ഞാൻ സംസാരിക്കുന്നില്ലെന്ന്. കാരണം ആ ലിങ്ക് നിങ്ങൾ കാണേണ്ടതാണ്. ഒരു എഡിറ്റിങ്ങും ഇല്ല. ഞാൻ എഡിറ്റ് ചെയ്ത് എനിക്ക് ഭംഗിയാക്കാം. ഞാൻ എങ്ങനെ അത് എടുത്തു അത് തന്നെ. ഞാൻ സാറിന് എഡിറ്റിങ്ങൊക്കെ പഠിച്ചിട്ടുണ്ട്, ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഗ്രേസ് അങ്ങ് പോകും, ഒരു ഗ്രേസ്. അതുകൊണ്ടാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ലോകരാജ്യം നയിക്കാൻ പ്രാവീണ്യമുള്ള ശക്തിയുള്ള രാജ്യമായ അമേരിക്ക. പല കാര്യങ്ങളിലും കേരളം മുന്നിലാണെന്ന് പറയാൻ അദ്ദേഹം സമർത്ഥിച്ച ഒരു പോയിൻ്റാണ്. അവിടുത്തെ ശിശു മരണ നിരക്ക് 5.25 ആണ്. അത് ഭാരതത്തിൽ 25.5 ആണ്. കേരളത്തിൽ 5 ആണ്. അപ്പോൾ നമുക്ക് ആ ഗൗരവം മനസ്സിലായല്ലോ. നമ്മുടെ കേരളം എന്തുമാത്രം ആരോഗ്യരംഗത്താണേലും മറ്റ് എല്ലാവിധ രംഗങ്ങളിലാണേലും നമ്മൾ മുമ്പിലാണെന്നുള്ളതാണ് കാണിക്കുന്നത്, അല്ലേ? നമുക്ക് സന്തോഷമല്ലേ? ഞാൻ ഓർത്തു പോവുകയാണ്, ഇന്നലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അവരുടെ ക്നാനായ സമുദായത്തിലെ ബഹുഭൂരിപക്ഷ ആളുകളും എത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതോടൊപ്പം ചിങ്ങവനത്തെ സ്നേഹിക്കുന്ന ചിങ്ങവനത്തുള്ള മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുത്തിരുന്നു. അഭിമാനത്തോടു കൂടി ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പം അത് നമുക്ക് നൽകുന്ന ഒരു പാഠം, മതനിരപേക്ഷതയിൽ നിന്നിക്കൊണ്ട് തന്നെയാണ് ആ സമുദായവും മുന്നോട്ട് പോകുന്നത് എന്നാണ് അതിൻ്റെ വലിയ മെത്രാപ്പോലീത്ത അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. കോവിഡ് കാലത്താണേലും 18 വെള്ളപ്പൊക്ക കാലത്താണേലും സഭ നിർവഹിച്ച നിസ്തുലമായ സേവനങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ആ വെള്ളപ്പൊക്ക കാലത്ത് മാരാമൺ സൈഡിൽ വണ്ടി പോകാത്തപ്പോൾ നമ്മുടെ കൺസോ കമ്പനി ഉടമ, ഞങ്ങളൊക്കെ മോനെന്ന് വിളിക്കുന്ന മോൻ, സ്വന്തം ടിപ്പർ ലോറി ഓടിച്ച് ഡ്രൈവർമാർക്ക് ധൈര്യമില്ലാഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഓടിച്ച് അതിൽ നിറച്ച സാധനങ്ങൾ. അപ്പോൾ എത്ര വെള്ളം പൊങ്ങിയാലും ടിപ്പർ ലോറിയുടെ പ്ലാറ്റ്ഫോം വരെ എത്തത്തില്ല. അദ്ദേഹം ആ ഒഴുക്കിലത് ഓടിച്ചു കൊണ്ടുപോയത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഇന്നലെ മെത്രാപ്പോലിത്തായും പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞു. ആ സന്ദർഭത്തിൽ സഭ സ്വീകരിച്ച നിസ്തുലമായ സേവനവും മുന്നിട്ടുള്ള പ്രവർത്തനത്തെ പറ്റിയും ശ്ലാഘിച്ച് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഇന്നലെ അത് എൻജോയ് ചെയ്ത് ഞാനവിടെ പോയിരുന്നു. എനിക്ക് സീറ്റ്, ഞാൻ ആരാണെന്ന് അറിഞ്ഞില്ല. ഒരു പോലീസുകാരൻ്റെ ഒന്നാക്കി പിടിക്കുക, ഭയങ്കര സംരക്ഷണം ഉണ്ടല്ലോ. വേറൊരു ഗേറ്റിൽ കൂടെ പോകുന്നതൊക്കെ പറഞ്ഞ് ഞാൻ പോയി വിനയാന്യതനായിട്ട് പോയി അവിടെ ഇരുന്നു, ഒരു വീഡിയോ എടുത്തു. അവിടെ ഹാളിലിരുന്ന് നിൽക്കാൻ പോലും ഇടയില്ലായിരുന്നു. ഓക്കെ, ഇനിയോ അപ്പം വാസവൻജി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ സമുദായ സംഗമമൊക്കെ വെക്കുമ്പം അത് നെഹ്റു സ്റ്റേഡിയത്തിലൊക്കെ വെക്കണം. കാര്യം പുത്തമ്പള്ളി എന്ന് വലിയ പള്ളിയാണ്, ധാരാളം സ്ഥലമുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവിടെ നിന്ന് തിരിയാൻ ഇടയില്ല. ധാരാളം സ്ക്രീനുകൾ വെച്ചിരിക്കുകയായിരുന്നു റോഡിലും സൈഡിലും എല്ലാം. അവിടെ പാരിഷ് ഹാള്, പള്ളി എല്ലാം സ്ക്രീൻ വെച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ അത് നമ്മുടെ നെഹ്റു സ്റ്റേഡിയമോ അതോ അതിലും വലിയ സ്റ്റേഡിയങ്ങളിലൊക്കെ വെക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. എന്തായാലും നമുക്കറിയാം, ഈ സംസ്ഥാനത്തെ കഴിഞ്ഞ 9.5 വർഷക്കാലമായി സുസ്ഥിരമായി സേവനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് നേരിട്ട് വന്നു അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പം അത് സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇതോടൊപ്പം ലിങ്ക് ചെയ്യുന്നു.
ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ദിവസം ഞാൻ പുതിയതായി ആരംഭിച്ച ചില എക്സർസൈസുകൾ കാണിക്കുന്നുണ്ട്. ഫാറ്റി ലിവറിന് ഉപകാരപ്പെടുന്നത്, ഡയബറ്റിക്കിനെ പിടിച്ചു നിർത്തുന്ന ചില എക്സർസൈസ് ഞാൻ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിച്ച് ഞാൻ 3-4 മാസമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫാറ്റി ലിവറിൻ്റെ എക്സർസൈസ് നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ഈ ഗ്യാസ് കംപ്ലൈൻറ്റ് പോലും വിട്ടുപോകും നമ്മുടെ ശരീരത്തിൽ നിന്ന്. അങ്ങനെ അതായത് ഭയങ്കര കംഫർട്ടാണ് ബോഡിക്ക്. ഡയബറ്റിക് ഉള്ളവർക്ക് ക്രമേണ ഫാറ്റി ലിവർ വരുമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാനിത് ചെയ്തു തുടങ്ങി. എനിക്കതിൻ്റെ മാറ്റമുണ്ട്. എൻ്റെ കുടവയറെല്ലാം മാറി തുടങ്ങി. കുടവയറില്ലായിരുന്നു, ഉള്ള വയറ് തന്നെ ചുരുങ്ങാൻ തുടങ്ങി. മോർ ഓവർ ഈ ഗ്യാസോ അനുബന്ധമായ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അടിപൊളി ലൈഫാണ്. അപ്പോൾ ഞാനത് ഇടുന്നുണ്ട്. ഒരു പക്ഷേ നാളെ അല്ലെ മറ്റന്നാൾ ഇടും. ഇന്ന് ഇത്തിരി തിരക്കുണ്ട്, നോക്കട്ടെ ഇന്ന് തന്നെ പറ്റുമോ. 3-4 ഉള്ളൂ, എക്സർസൈസേ ഉള്ളൂ. എനിഹാവും. അപ്പം വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ബി പോസിറ്റീവ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്, 10-200 വീഡിയോസ്. അത് സെർച്ച് ചെയ്താൽ ഓരോ എക്സർസൈസും നമ്മുടെ ബോഡിക്ക് തരുന്ന ഗുണങ്ങൾ എന്താണ് എന്ന് അതിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ഭക്ഷണം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വൈകിട്ട് ഒരു ചപ്പാത്തി മാത്രം കഴിക്കുന്ന ആളാണ്. ആൾക്ക് അത്ഭുതമാണ്. ഒറ്റ ചപ്പാത്തി കൂടെ ഒരു മുട്ടയോ എല്ലാം കഴിക്കും, അല്ലെങ്കിൽ ഒരു പീസ് ചിക്കൻ കഴിക്കും. രാവിലെ 2 ചപ്പാത്തി മാത്രമേ കഴിക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു മുട്ട കഴിക്കും. എന്തായാലും നമ്മൾ ഒരു 50 വയസ്സ് കഴിയുന്നവർ 2 മുട്ട ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് മഞ്ഞക്കരു ഒന്നും കളയണ്ട, അതും കഴിച്ചാൽ മതി. എന്നിട്ട് അത്യാവശ്യം എക്സസൈസ് ചെയ്യുക, നടക്കുകയൊക്കെ ചെയ്യണം. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. ഉച്ചയ്ക്ക് 1 കപ്പ് ചോറ്, അത് തവിടുള്ള ചോറ്, അത് കഴിക്കും. ഇത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് സ്നാക്സ്. എനിക്ക് ഉഴുന്നോടെ ഒരു വീക്ക്നെസ്. എൻ്റെ അമ്മച്ചിക്ക് ഉഴുന്നോടെ ഇഷ്ടമാണ്. ഞാൻ ഉഴുന്നോടെ പിടിക്കും, എൻ്റെ അമ്മച്ചി ഓർക്കും. അത് ഓർക്കാൻ വേണ്ടി തന്നെ ഉഴുന്നോടെ എന്തിന് ഒരെണ്ണം വൈകിട്ട് 4 മണിക്ക് കിട്ടിയ വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വന്നപ്പോൾ എന്തു പറ്റി, എൻ്റെ രോഗങ്ങളെല്ലാം ഒന്നൊന്നായി വിട്ടുപോയി. ഇപ്പോൾ ഡയബറ്റിക്ക് മാത്രമേ ഉള്ളൂ. പ്രഷർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പ്രഷർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രഷറിൻ്റെ ഗുളിക നിർത്തി. പ്രഷർ പൂർണ്ണമായി വിട്ടുപോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മാറിപ്പോയി. പരിശോധനയോട് എപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട്, ഒരു കൂടുതലുമില്ല, മാറിപ്പോയി. ഇനിയിപ്പം ഷുഗർ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ രീതി മുമ്പോട്ട് പോയാൽ ഷുഗറിൻ്റെ ഗുളിക നിർത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബോഡി അതുപോലായി. അപ്പം ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഞാൻ ഇതിനോടൊപ്പം ലിങ്ക് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ പ്രയോജനം ചെയ്തേക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ്.